ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പം മഴക്കാലത്ത് ഈച്ചകളുടെ ശല്യം നന്നായിട്ടുണ്ടാവും. ചക്കയും മാങ്ങയും ഒക്കെ പഴുത്തൊക്കെ കിടക്കണ അതിലൊക്കെ വന്നിരുന്നിട്ട് നിറയെ ഈച്ചയായിരിക്കും മഴക്കാലമായാൽ. പിന്നെ വേസ്റ്റും വെള്ളം ചിരട്ടയിലും ഒക്കെ വെള്ളം നിറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഈച്ചകൾ ഭയങ്കര ശല്യമുള്ളൊരു സമയമാണ് ഈ മഴ തുടങ്ങുന്ന സമയത്ത്. അപ്പം മിക്ക വീട്ടിലും ഉണ്ടാവും ഈച്ച ശല്യം. ഞങ്ങളുടെ വീട്ടിലും എല്ലായിടത്തും ഈച്ചയാണ്, അകത്തും പുറത്തും എല്ലാം. എന്ത് വെച്ചാലും അതിലൊക്കെ ഈച്ച വന്നിരിക്കും. അപ്പോൾ ഈച്ച തുരത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചതാണ്. ഒരു പാക്കറ്റ് ഗ്രാമ്പു വാങ്ങിച്ചു. ഒരു 10 രൂപ പാക്കറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ പാക്കറ്റിലൊരു 10-30 എണ്ണമൊക്കെ ഉണ്ടാവും. അത് വാങ്ങിച്ചിട്ട് അതിലേക്ക് 2 ചെറുനാരങ്ങയും വാങ്ങിച്ചു. ഈ ഗ്രാമ്പു പൊട്ടിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ പാക്കറ്റിലൊരു 10-30 എണ്ണത്തിൽ കൂടുതലുണ്ടാവും. അപ്പോൾ അത് ഈ വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളപ്പിച്ച് വരുമ്പോൾ അതിനൊരു മഞ്ഞ കളറായിരിക്കും. ആ ഒരു മഞ്ഞ കളർ വരുന്നവരെ തിളപ്പിക്കണം. എന്നിട്ട് അതങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ മുറിച്ച് അതൊന്ന് പിഴിഞ്ഞൊഴിക്കും കൂടെ ചെയ്യുക. അതും കൂടെ കൂട്ടി ഒന്നും കൂടി തിളപ്പിക്കുക. അതിന് ശേഷം ആ വെള്ളം ഒന്ന് തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിച്ച വെള്ളം പിന്നെ ഒരു കുപ്പി എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. കുപ്പിക്കൊരു പീച്ച് ഇങ്ങനെ എല്ലായിടത്തും സ്പ്രേ ചെയ്യാനുള്ളൊരു അടപ്പും കൂടെ നമ്മൾ കടകളിൽ നിന്നൊക്കെ 10-15 രൂപ കൊടുത്താൽ കിട്ടും. അങ്ങനത്തെ ഒരു അടപ്പും കൂടെ വാങ്ങി ഫിറ്റ് ചെയ്ത ശേഷം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് വിടുക. അപ്പോൾ ഈച്ചകളുടെ ശല്യം കുറയും. ഈച്ച അങ്ങനെ പെട്ടെന്ന് ചത്ത് വീഴൊന്നുമില്ല, അങ്ങനത്തെ മരുന്നൊന്നുമല്ല ഇത്. പക്ഷെ ഒരുപാട് ഈച്ച ശല്യം ഉള്ളിടത്ത് കുറേ ഈച്ചയുടെ ശല്യം കുറയും. പിന്നെ അത് അങ്ങനെ വരാതെയും. അപ്പോൾ ഇതൊക്കെയാണ് ഈച്ചയെ തുരത്താനുള്ള ഒരു സൂത്രങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ കമൻറ്റും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇതൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.